ദിനംപ്രതി സി എൻ ജി വാഹനങ്ങളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സി എൻ ജി വാഹനം എടുക്കുന്നവർക്കും നിലവിൽ കയ്യിലുള്ളവർക്കും അറിയാത്തതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അധികം സി എൻ ജി വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ കാരണമായിട്ട് എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് പുകയിലയുടെ കണ്ടുപിടുത്തക്കാരായ ഈ ബംഗാളികൾ എൻ്റെ വാഹനം വെച്ചിട്ട് എന്താണ് ഈ ചെയ്യുന്നത്? ചങ്ങായിമാരെ കോയപ്പീടിയിൽ കോയമുട്ട അടുക്കി വെച്ച പോലെ ഈ കാണുന്ന സാധനങ്ങൾ എന്താണെന്ന് നിങ്ങളെല്ലാവർക്കും അറിയില്ലെങ്കിലും ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മുടെ സി എൻ ജി വാഹനങ്ങളുടെ സിലിണ്ടറാണ് ഈ നിരത്തി വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൊച്ചി പട്ടിമറ്റത്തുള്ള ഗ്രീൻ ഗ്യാസ് സൊല്യൂഷൻസിലാണ്. ദിനംപ്രതി സി എൻ ജി വാഹനങ്ങളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിരവധി വണ്ടികളാണ്, കാറായാലും ഓട്ടോറിക്ഷ ആയാലും ബൈക്കായാലും ഒക്കെ സി എൻ ജി വാഹനങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സി എൻ ജി വാഹനം എടുക്കുന്നവർക്കും നിലവിൽ കയ്യിലുള്ളവർക്കും അറിയാത്തതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സി എൻ ജി വാഹനം എല്ലാവർക്കും പ്രിയമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാധാ നമ്മുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ തരുന്നതിനേക്കാളും മൈലേജ് ഈ ഒരു സി എൻ ജി വാഹനം തരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഓട്ടോറിക്ഷകളുടെ കാര്യം എടുക്കുന്നതാണെങ്കിൽ പെട്രോൾ എഞ്ചിനാണ്, സ്മൂത്തായിട്ട് നമുക്ക് പെട്രോൾ വണ്ടിയിൽ പോകുന്ന പോലെ ഒരു കാറിൻ്റെ സുഖത്തിൽ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളൊരു കാര്യം പെട്രോൾ വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മറ്റു വാഹനങ്ങളിലാണെങ്കിൽ മൈലേജ്. അതാണ് ഇത്രയും അധികം സി എൻ ജി വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ കാരണമായിട്ട് എനിക്ക് മെയിനായിട്ട് തോന്നുന്നത്. പുകയിലയുടെ കണ്ടുപിടുത്തക്കാരായ ഈ ബംഗാളികൾ എൻ്റെ വാഹനം വെച്ചിട്ട് എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ചങ്ങായിമാരെ നിങ്ങൾ കേട്ടോളി, സി എൻ ജി വാഹനങ്ങളുടെ സിലിണ്ടർ 3 വർഷം കൂടുമ്പോൾ ഊരിയിട്ട് സീല് ചെയ്യുന്ന ഒരു പ്രക്രിയ നിലവിലുണ്ട്. അത് കേരളത്തിൽ 2 സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ സെൻറ്റർ ഉള്ളത്. ഒന്ന് കൊച്ചിയിലും ഒന്ന് എറണാകുളത്തും. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എറണാകുളത്താണ്. കാരണം ഇവിടെ നമ്മൾ വണ്ടി കൊടുന്ന അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് വണ്ടി സെറ്റാക്കി തരും. കോഴിക്കോട് ബുക്കിംഗ് അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു മാസത്തോളം വെയിറ്റിംഗ് വേണ്ടി വരുന്നുണ്ട് കോഴിക്കോട് ചെയ്യുമ്പോൾ. എറണാകുളത്താകുമ്പോൾ അന്ന് തന്നെ ചെയ്തു തരാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതിനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്യുന്നവർ എറണാകുളത്ത് വന്ന് ചെയ്യുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. സിലിണ്ടറിൻ്റെ സേഫ്റ്റിയും ലീക്കേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത്. സിലിണ്ടറിൻ്റെ പോർട്ടിൻ്റെ അവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ആ ഒരു പോർട്ടിൻ്റെ അവിടെ ഒരു സീൽ ചെയ്തിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും 3 വർഷം കൂടുമ്പോൾ കൊണ്ടുപോയിട്ട് സീൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പമ്പിൽ പോയാൽ സി എൻ ജി അടിച്ച് തരില്ല. അവർ ഈ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. ഇതിൻ്റെ ചിലവ് വരുന്നത് ഇപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷയുടെ ആയിട്ട് ചിലവ് വന്നിട്ടുള്ളത് 2800 രൂപയാണ്. അത് സിലിണ്ടർ നമ്മൾ ഊരി കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്നുകൂടെ ചിലവ് കുറയും. അവിടെ നിന്ന് തന്നെ ഊരി ചെയ്ത് കാരണം ഇത്രയും എമൗണ്ട് വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെത് ഇപ്പോൾ സിംഗിൾ സിലിണ്ടറാണ്. ഡബിൾ സിലിണ്ടറുള്ള വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എമൗണ്ട് വരും. ഇതിലൊരു മുട്ടം വിറ്റുണ്ട്. നമ്മുടെ സിലിണ്ടറിന് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സിലിണ്ടർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ഇറങ്ങും. ഏകദേശം 20,000 മുതൽ 30,000 രൂപ വരെയാണ് ഇതിലൊരു സിലിണ്ടറിന് ചാർജ് വരുന്നത്. ആ ഒരു എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും. പുതിയ വാഹനങ്ങളായതുകൊണ്ട് സിലിണ്ടറിന് കൂടുതൽ കാര്യമായ കംപ്ലയിൻറ്റുകളൊന്നും ഉണ്ടാവില്ല. പഴക്കത്തിനനുസരിച്ച് സിലിണ്ടറിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം സി എൻ ജി വാഹനമുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. പമ്പുകളിൽ സി എൻ ജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സിലിണ്ടറുകളടക്കം ഇവിടെ കൊണ്ടുവന്ന് സീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ കാണുന്നത് അതാണ്, ക്രെയിനിൽ വന്നിട്ടാണ് നമ്മുടെ ഇത്രയും സിലിണ്ടറുകൾ ഇവർ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നത്. അപ്പോൾ സി എൻ ജി വാഹനമുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.